ഹായ് ഗുഡ് മോർണിംഗ്. എന്താണ് 2 ദിവസമൊക്കെ ഭയങ്കര ക്ഷീണമായിട്ട് തളർന്ന് കിടക്കായിരുന്നു. ചെറിയൊരു ക്ഷീണം ഇപ്പോഴും ഉണ്ടോ? ഒരല്പം അല്ലേ? നാളേക്കൊക്കെ ഫുള്ളായിട്ട് മാറുമല്ലമ്മ. പക്ഷെ ഈ മൂക്കിൽ ഇങ്ങനെ ആക്കണത് നമ്മൾ നിർത്തുകയില്ലല്ലമ്മ. അതെന്താ നമ്മുടെ സ്റ്റൈലാണോ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ ഇപ്പൊ ചോദിക്കണം, ആദ്യമായിട്ട് ചോദിക്കും പോലെ. റെഡിയായി. എത്ര പേരാണ് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്? അവന്റെയൊക്കെ പ്രാർത്ഥന ഫലം ചെയ്തു. പെട്ടെന്ന് റെഡി. പക്ഷെ ഇന്നലെ ഭയങ്കര ക്ഷീണമായിരുന്നില്ലേ? ഒരു രക്ഷ ഉണ്ടാവുന്നില്ല. അന്ന് ഹോസ്പിറ്റലിൽ പോയി ഓടി വന്ന് അടുക്കളയിൽ കയറിയ പോലെ ഒന്നും ചെയ്യാൻ പറ്റിയ അവസ്ഥയിലായിരുന്നില്ല. ഒരേ കിടപ്പായിരുന്നു. എന്ത് സൈലന്റ് ആയിരുന്നു അമ്മ. ഒരു ശല്യം ചെയ്യാത്ത കുട്ടികളെ പോലെ, ഒരു കുറുമ്പുമില്ല, ഒന്നുമില്ല. ഭയങ്കര അല്ലല്ല കുറുമ്പ് കാണിക്കണ കുട്ടികളല്ല. പിന്നെ ആരാ കുറുമ്പ് കാണിക്കുക? കുട്ടികളെ കുറുമ്പ് കാണിക്കണ കുട്ടിയല്ലേ. ഈ വീട്ടിലിപ്പോ ആകെ ഉള്ള ഒരു കുട്ടി അമ്മയല്ലേ. അത് കാരണം കുറുമ്പൊക്കെ കാണിച്ചോട്ടോ. പക്ഷെ ഇടയ്ക്ക് അച്ഛൻ ചൂരിലെടുക്കുമ്പോ അത് കൊണ്ടോ, അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? ഇരിക്കില്ല അല്ലേ? അതാണ് ഈ അമ്മക്ക് ഇത്ര അഹങ്കാരം. എന്താണ് ഇന്നത്തെ പാചകം? ഉപ്പേരിയോ അങ്ങനെ എന്ത് പേരിൽ വേണമെങ്കിലും വിളിക്കാം. എല്ലാം തന്നെ. അപ്പൊ അതിന് വേണ്ട സാധനങ്ങള്, ഇത് പാവയ്ക്ക ഞാന് കുറച്ചു നേരം ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ച് അതിനെ നന്നായി കഴുകി, ആദ്യം 2-3 പ്രാവശ്യം കഴുകി, പിന്നെ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ച് അതിനെ പിഴിഞ്ഞെടുത്തു. കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, അധികമില്ല, എരിവില്ലാത്ത നമ്മുടെ മുളകല്ലേ, കാശ്മീരി ചില്ലി. അപ്പൊ അതും, പിന്നെ ഉപ്പ് അതിൽ കുറച്ചുണ്ട്, എന്നാലും നമുക്കൊരു ഇത്തിരി ഉപ്പ് വേണമെന്ന് തോന്നിയപ്പോൾ ഒരു ഇത്തിരി ഉപ്പും കൂടി. നമ്മൾ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചാണ്, അധികം ഉപ്പൊന്നും വേണ്ട. കുറച്ച് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് വിനീഗർ, ഒരു ചെറിയൊരു സ്പൂണ് വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും പരട്ടി ഞാനിതൊരു 20 മിനിറ്റ് വെച്ചതാണ്. അതായത് നമ്മൾ കാപ്പുകൂടി കഴിയുന്ന വരെ വെച്ചു. കാപ്പുകൂടി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 20 മിനിറ്റ് അല്ലേ ആയുള്ളൂ. അത്രയുള്ളൂ. പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ, ഒരു ചെറിയ സവോള, ഒരു 3 പച്ചമുളക്, പിന്നെ ഒരു ഉണക്കമുളക് വറുവിട, പിന്നെ വെളുത്തുള്ളി ഒരു 4 അല്ലി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത്ര വേണ്ടു. അത്ര മതി അല്ലേ? പിന്നെ കറിവേപ്പില, കടുക്. അപ്പൊ സ്റ്റൗ കത്തിക്കട്ടെ. സ്റ്റൗ കത്തിക്കൂ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുക്കിംഗ് ആണോ അമ്മ? ഞാനൊരു കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ് അമ്മ, പറയട്ടെ? അല്ല, ഒന്ന് എൻ്റെ ഒരു ചിന്തയിൽ ഉദിച്ചൊരു കാര്യമാണ് കേട്ടോ. അതെങ്ങനെയുണ്ട് നമ്മൊന്ന് കേട്ട് നോക്കണേ. അപ്പം എന്താ അറിയോ, നമ്മളെല്ലാവരും കേൾക്കാമ്മ അമ്മ. അല്ലല്ല, ഞാൻ പറയട്ടമ്മ, കേൾക്കൂ, കേക്കമ്മ. ഭയങ്കര തമാശയായി പോയിട്ടമ്മ. എനിക്ക് ചിരിച്ചിട്ട് എനിക്ക് ഇരിക്കാൻ വയ്യ, കണ്ണിൽ വെള്ളം വന്നിട്ട് ചിരിച്ചിട്ട്. മദർ തെരേസ കഴിഞ്ഞു, പിന്നെന്താണ് വേറെന്തൊരു പേര് കഴിഞ്ഞു, തങ്കമ്മയോ പൊന്നമ്മയൊക്കെ കഴിഞ്ഞു. ഇപ്പൊ കേക്കമ്മ. ആ കേക്കമ്മയല്ല, ഓ ഭയങ്കര തമാശക്കാരിയായില്ലല്ലോ അമ്മ. പനി പിടിച്ച തമാശയൊക്കെ പറയാൻ പറ്റുമോ? പക്ഷെ ഭയങ്കര ആയല്ലോ ഒരു പനി അമ്മേനെ മൊത്തത്തിൽ മാറ്റിയല്ലോ. അമ്മ, ഒരു പനി വന്ന് എത്ര ഹാസ്യമൊക്കെ വരും മനുഷ്യന്മാർക്ക്. ഇപ്പൊ ഞാൻ എന്താ പറയാൻ പോയത് അറിയാം അമ്മ? ഇപ്പൊ സാധാരണ നമ്മളെല്ലാവരും അമ്പലത്തിൽ പോകും. അപ്പൊ ഒരു ഗ്രാമമാണെങ്കിൽ അവിടെ ഒരു അമ്പലം ഉണ്ടാവും, എന്തായാലും ഒരു തട്ടത്തമ്മ ഉണ്ടാവും സാധാരണയായിട്ട്. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മുടെ അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ ഒരു കാണിക്കാവഞ്ചി ഉണ്ടാവും. അവിടെ നമ്മൾ പൈസ ഇടും. ആ പൈസ തീർച്ചയായിട്ടും ഇടണം. കാരണം എന്താ, ചിലർ പറയും ഇടാൻ പാടില്ല എന്നൊക്കെ പറയും. ഇട്ടേ പറ്റൂ. കാരണം എന്താ അറിയോ, അവിടെ ജോലി എടുക്കുന്ന ആൾക്കാർ, അവിടുത്തെ പൂജാരിമാർ, അവിടെ അമ്പലത്തിൽ പണിയെടുക്കുന്ന ആൾക്കാർ, അമ്പലത്തിൻ്റെ പുരോഗതിക്കൊക്കെ അത് വേണം. കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ അത് ഒരിക്കലും വേണ്ടെന്ന് പറയാൻ പാടില്ല. കാരണം അത് ആവശ്യമാണ്. കാരണം എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ദൈവം നേരെ ഇറങ്ങി വന്നിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇട്ട് കൊടുക്കൊന്നുമില്ല. പൂജാരികളും അധ്വാനിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അവൻ്റെ അധ്വാനത്തിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഈ കാണുന്ന ആൾക്കാർക്ക് അറിയില്ല. കാരണം എന്താ, ബ്രഹ്മമുഹൂർത്തത്തിൽ എണിച്ച്
ആ ഓരോ അലങ്കാരങ്ങൾ ഓരോ പ്രാവശ്യം എത്ര വട്ടം അല്ലേ? നിങ്ങളിപ്പോൾ സാധാരണ ഒരു വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചോളൂ. കുറച്ച് പൂവൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ അതൊരു പണിയായിട്ട് തോന്നാറില്ല. അതിനെക്കാളും എത്ര ഇരട്ടി പണിയാണ് അവർ ചെയ്യുന്നത്. എന്തൊക്കെ അഭിഷേകങ്ങൾ ചെയ്യണം അല്ലേ? അതവർ ചെയ്യുന്നത് തൊഴിലിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് ജീവിക്കും വേണ്ടേ? അപ്പോൾ ചിലർ പറയും എന്തിനാണ് അമ്പലത്തിൽ കാശിടുന്നത്? യഥാർത്ഥത്തിൽ പറഞ്ഞ അമ്പലത്തിൽ കാശിടണം, അല്ലെങ്കിൽ ഇവരെവിടെ പോയിട്ട് ജീവിക്കും? അവർക്ക് ആര് കൊടുക്കും അല്ലേ? ഇപ്പോൾ പള്ളിയിലും അമ്പലത്തിലും കാശിടുന്നത് ദൈവത്തിന് അതിർക്ക് ചെലവ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ആ ദൈവത്തിൻ്റെ സേവ ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് എന്തെങ്കിലും കിട്ടണം അല്ലേ? കയ്പക്ക ഇട്ടു. എന്തമ്മ ആഹാന്ന് പറയണം? എനിക്കൊന്നും വലിയ ഇഷ്ടമായില്ലല്ലോ. ആഹാന്ന് പറയാൻ മാത്രം ഒന്നും ആയില്ലല്ലോ. വെളിച്ചെണ്ണയിലേ നമ്മൾ കടുകും കറിവേപ്പിലൊക്കെ ഇല്ലേ, അപ്പൊ ഒരു പ്രത്യേക മണമുണ്ട്. അതിനാണ് ആഹാ ഓഹോ എന്നൊക്കെ പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ അത് അങ്ങനെ ആവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അതെന്തായാലും അവിടെ വേണം. പിന്നെ ഈ ഭക്തരൊക്കെ മനസ്സിലുള്ള ആൾക്കാരാണ്. ഈ എന്തായാലും എത്ര വലിയ പിശുക്കനാണെങ്കിലും അമ്പലത്തിൽ പോയാൽ എന്തെങ്കിലും ഇടാതിരിക്കില്ല. അപ്പോൾ ഈ അമ്പലങ്ങളിൽ ചെറിയൊരു വ്യത്യാസം വരുത്തുക. എൻ്റെ അഭിപ്രായമാണ് കേട്ടോ, ശരിയാവണമെന്നില്ല, ചിലപ്പോൾ ശരിയായ കേക്ക്. അപ്പോൾ ചെറിയൊരു വ്യത്യാസം വരുത്തുക. ഒരു ഉണ്ടി വെച്ചിട്ടുണ്ടാവില്ല, അതിൽ ആ എണ്ണ ഭഗവാന്റെ ഒക്കെ പേരെഴുതി വെച്ചിട്ടുണ്ടാവല്ലോ, അതേപോലെ തന്നെ ഒരു കാണിക വഞ്ചി തൊട്ടടുത്ത് വെക്കുക. എന്തിനാണെന്നറിയോ? എല്ലാ സ്ഥലത്തുനിന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ചെറിയ ഗ്രാമങ്ങളിൽ ഒരു അമ്പലം ഉണ്ടാവും, ഒരു തട്ടാത്തമ്മ ഉണ്ടാവും. അവിടെ കുറച്ച് വീടുകളുണ്ടാവും, ഒരു 40 വീടുണ്ടാവും, 50 വീടുണ്ടാവും. അവർ നിരന്തരമായിട്ട് പോണ ഒരു ക്ഷേത്രമായിരിക്കും. അവിടെ ഒരു കാണിക്ക വഞ്ചി കൂടി വെക്കുക, ആ ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ട്. ഒരു സഹായം എന്ന് പറഞ്ഞത് അത് ആർക്കായിരിക്കണം അറിയോ? ആ നാട്ടിൽ അസുഖങ്ങൾ ബാധിച്ച് ചികിത്സയ്ക്ക് പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടും ഒരു വീടും ഒന്നും ആവാണ്ടിരിക്കുന്ന ചിലർക്ക് വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു കാണിക്ക വഞ്ചിയും കൂടി അപ്പുറത്തിടുക. അപ്പോൾ ഈ ആൾക്കാരൊക്കെ അതിൻ്റെ ഉള്ളിൽ പോകണ സമയമുണ്ടല്ലോ, അപ്പോൾ എല്ലാവരും മഹാമനസ്സുകളുടെ ഉടമകളാണ്. ദൈവത്തിന് മുമ്പത്തല്ല നിൽക്കുന്നത്. അപ്പോൾ ഒന്ന് ഇവിടെ ഇടും, ഇപ്പുറത്തെ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ, ഇന്ന സഹായത്തിന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവില്ല, എന്തെങ്കിലും ഒരു ലേബർ ഒട്ടിക്കുക. അപ്പോൾ അതിലേക്ക് ഒരു 10 രൂപ ഇടും. ഒരു 10 രൂപ, ഒരു വരുമാനത്തിൻ്റെ ഒരു 10 രൂപ അമ്പലത്തിൽ പോകുമ്പോൾ ഇട്ട് കഴിഞ്ഞിട്ട് അത് നിറച്ചെടുക്കുക. ആരാണ് ആ നാട്ടിലെ ബുദ്ധിമുട്ട്, ആർക്ക് നിരക്ക് വീഴോ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അമ്മ ഒന്ന് ആലോചിച്ച് നോക്കണം. നിറക്കെടുക്കുക. ചിലപ്പോൾ ഒരാളായിരിക്കില്ലല്ലോ, അവിടെ ചിലപ്പോൾ ഒന്നിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊരു സ്വാർത്ഥത വേണ്ട. ഒരു നിറക്കെടുക്കുക. നിറക്കെടുത്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കേൾക്കുമോ? അതെങ്ങനെ അതിൻ്റെ വരുമാനം വരുന്നത് അതിനനുസരിച്ച്. അപ്പോൾ അങ്ങനെ നിറക്കെടുത്തിട്ട് ഓരോ പ്രാവശ്യം ഓരോരുത്തരെ സഹായിച്ചു കഴിഞ്ഞാൽ അമ്മ ചിന്തിച്ചു നോക്കൂ, ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നും ഒരു പഞ്ചായത്തിലേക്ക് അത് സ്പ്രെഡ് ചെയ്യും. പഞ്ചായത്തിൽ നിന്ന് ഒരു ഡിസ്ട്രിക്റ്റിലേക്ക് സ്പ്രെഡ് ചെയ്യും. ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഒരു സ്റ്റേറ്റിലേക്ക് സ്പ്രെഡ് ചെയ്യും. അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ സർക്കാർ തരട്ടെന്നോ അല്ലെങ്കിൽ അവർ തരട്ടെ ഇവർ തരട്ടെ വന്നാൽ ആരുടെ മുമ്പത്ത് ആർക്കും കൈ നീട്ടേണ്ടി വരില്ല. കാരണം അത്യാവശ്യം എല്ലാവരും ഒരുവിധം സമ്പന്നരായി മാറും. അസുഖങ്ങൾക്കൊന്നും പേടിയില്ലാണ്ട് ഓരോ തട്ടകത്തിലും അവരവരെന്ന് സംരക്ഷിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വരണം. വളരെ നല്ലൊരു കാര്യമാണ്, വളരെ നല്ലൊരു മെസ്സേജാണത്. അങ്ങനെ കാര്യങ്ങൾ ചിന്തിച്ചാൽ അല്ലെങ്കിൽ കിട്ടുന്ന കാശ് മുഴുവൻ അവിടെയുള്ള ആൾക്കാരെ എടുത്തിട്ട് പുട്ടടിച്ചിട്ട് എന്താ കാര്യം? അതിൽ അവരെടുത്തോട്ടെ, അവർക്കൊരു പങ്ക് നമ്മളവിടെ കൊടുക്കാം. അത് ദൈവത്തിൻ്റെ പേരിൽ അവിടെ ഇടുന്നു. ആ ദൈവത്തിൻ്റെ സേവയും കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തികൾ അത് ഉപയോഗിച്ചോട്ടെ, കാരണം അവർക്കും കുടുംബം ഉണ്ടല്ലോ, ജീവിക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് അത് ജനമധ്യത്തിൽ തിരഞ്ഞെടുത്ത് ഇന്ന ആൾക്ക് വന്നത് സഹായം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കാന്നറിയോ? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് യഥാർത്ഥമായ ഫലം കിട്ടും അല്ലേ? ഇപ്പം ദൈവത്തിന് എന്തിനാണ് പൈസ? ദൈവത്തിന് പൈസയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ദൈവത്തിന് മുമ്പത്ത് നമ്മൾ പോയിട്ട് നമ്മുടെ വരുമാനത്തിൽ ഒരു 10 രൂപ ഇട്ടു, ഇത് ഈ ഏതൊരാൾക്കുള്ള സഹായമല്ല ഇപ്പോൾ കോട്ടയം വന്നിട്ട് ഇടുമ്പോൾ ഉറപ്പായിട്ടും ആ അമ്പലത്തിലുള്ള ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന പറയുക. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലാണ് ദൈവം ഉള്ളത്. അല്ലാണ്ട് ഒരുപാട് പൂജകൾ ചെയ്തിട്ട് ആ വഴിപാട് ചെയ്യുക ഈ വഴിപാട് ചെയ്യുക അതിലൊന്നും ദൈവം കനിയില്ല. ദൈവം കനിയണമെങ്കിൽ നല്ലൊരു പ്രവൃത്തി നമ്മൾ ചെയ്യണം. ആ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവം ഒരു സെക്കൻഡെങ്കിലും നമ്മുടെ മനസ്സിലുള്ള ദൈവ സാന്നിധ്യം വരും. ഒരു സെക്കൻഡെങ്കിലും ഒരു ദൈവ സാന്നിധ്യം അവിടെ ആ മനുഷ്യൻ്റെ ഉള്ളിൽ വരും. ഒരു വല്ലാത്തൊരു വെളിച്ചം. അത് ഇല്ല നമ്മുടെ ഇതിൽ അമ്പലങ്ങളിലൊന്നും അതില്ല. സത്യം പറഞ്ഞാൽ അമ്പലത്തിൽ എത്ര വരുമാനം കിട്ടിയാലും ആ വല്ല ദേവസ്വം ബോർഡിലേക്ക് അവിടേക്ക് ഇവിടെയൊക്കെ പങ്കിട്ടെടുക്കാനല്ലാണ്ട് വേറെ ഒന്നും നടക്കില്ല. അപ്പോൾ ഇങ്ങനൊരു നല്ല കാര്യം നടന്ന
എല്ലാവരും അതിനു വേണ്ടി ശ്രമിച്ച ഈ ഒരു ചെറിയവൻ്റെ ബുദ്ധിയാണ് കേട്ടോ. അത് നടക്കണ്ടേ? അല്ലമ്മ അല്ല കേൾക്കൂ, അതിനൊക്കെ ഒരു മേധാവികൾ മുന്നോട്ട് പുറപ്പെടണം. കാരണം എന്താ പറഞ്ഞാൽ, മേധാവി എന്ന് പറഞ്ഞാൽ അതൊരു അധികാരപ്പെട്ട വ്യക്തികൾ. ഇപ്പൊ ഒന്ന് കേട്ടു നോക്കൂ. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഒരു 10 പേര് ഇത് കേട്ടു. ആ 10 പേര് 10 പേരോട് പറഞ്ഞു. ആ 10 പേര് 100 പേരോട് പറഞ്ഞു. 100 1000 1000 ലക്ഷമാവും. മനസ്സിലായില്ലേ? അതിൽ ഏതെങ്കിലും ഒരാൾ ചിന്തിക്കും, നല്ലൊരു കാര്യമാണല്ലോ, എന്തുകൊണ്ട് അമ്പലത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൂടാ, എന്നിട്ട് അതൊന്ന് നിറക്കെടുക്കണം. കാരണം ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ്. അവിടെ ഒരു സ്വാർത്ഥത വരാൻ പാടില്ല. അവിടെ സ്വാർത്ഥത വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് കൊടുത്തു എന്ന് പറയും. അത് യഥാർത്ഥമായിരിക്കണം. അത് ജനങ്ങൾക്ക് അറിയണം. അന്നത്തെ ദിവസം എല്ലാവരെയും ആ അമ്പലത്തിലേക്ക് വിളിച്ച് ഇത് ഇന്ന് നറുക്കെടുക്കുകയാണ്, ഒരു കിട്ടുന്ന കാശും കൊണ്ട് ഞങ്ങൾ ഇന്ന ആൾക്ക് കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം അതല്ലേ. നമ്മളവിടെ ശയന പ്രദർശനം ചെയ്തിട്ടോ ഇങ്ങനെ ചെവിയിൽ പിടിച്ചിട്ട് എനിക്കൊക്കെ ചെയ്യില്ലേ, എന്താ ഏത്തടുക, അതൊക്കെ ചെയ്യുന്നക്കാളിലൊക്കെ എത്രയോ നല്ല കാര്യമല്ലേ ഒരു പുണ്യപ്രവൃത്തി ചെയ്യണത് അല്ലേ. എന്തായാലും എത്ര വലിയ പിശുക്കനാണെങ്കിൽ ആ അമ്പലത്തിൽ പോയാൽ 10 രൂപ ഇടാണ്ടിരിക്കില്ല. പുറത്തേക്ക് അവിടെ ഭിക്ഷാടനം ചെയ്യുന്ന ആൾക്കാരെ കണ്ടാൽ അവർക്കും എന്തെങ്കിലും കൊടുക്കാണ്ടിരിക്കില്ല. അപ്പോൾ അവിടെ ഒരു നല്ല മനസ്സ് കാണിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വെച്ച് ആരും ഇടില്ല. കാരണം ബസ് സ്റ്റാൻഡിൽ ഇടാൻ തോന്നില്ല. പിന്നെ 10 അവിടെ ഇടല്ലേ, ഒരു പരിപ്പൂട കഴിക്കാൻ അറിയും. അപ്പോൾ അമ്പലത്തിലെല്ലാവരും പുണ്യാളന്മാരാണ്. അപ്പോൾ അങ്ങനെ ഒരു നല്ല പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എന്തിനമ്മ ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ചിലപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ ഈ ഭാരതത്തിൽ ഏറ്റവും വലിയ വരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം, മെഡിക്കൽ, അത് കഴിഞ്ഞാൽ ഭക്തിയാണ്. ഭക്തിനേക്കാളിന് വലിയ ബിസിനസ്സേ ഇല്ല. അപ്പോൾ ഈ ഭക്തിനെ ഒരു നല്ല കാര്യത്തിന് ഉപയോഗിച്ചാലോ. ഇപ്പം അമ്മയ്ക്ക് വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, സത്യസന്ധമായിട്ട് മറുപടി പറയണം കേട്ടോ. ഇപ്പം നമ്മുടെ ഈ നാട്ടിൽ എത്രയൊക്കെ ആൾദൈവങ്ങളുണ്ട്, കണക്കില്ലാണ്ടുണ്ട്. വായിന്ന് ശിവലിംഗം എടുക്കുന്നു, കഷ്ടത്തുനിന്ന് ഭസ്മം എടുക്കുന്നു, അങ്ങനെ പല 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 മാജിക് കാണിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇനി ഇതെല്ലാം അതിലിട്ട് കൊടുക്കണം. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, സവോള. ഇതിപ്പോൾ അങ്ങനെ ആയില്ലേ, അപ്പോൾ ഇതിലിട്ട് കൊടുക്കണം. ഇതിലിട്ട് കൊടുത്തിട്ട് ചില്ലി ചിക്കൻ പോലെ തോന്നുന്നുണ്ട് എനിക്ക്. നിനക്ക് എന്ത് കണ്ടാലും ഒരു ചില്ലി ചിക്കൻ അല്ല ഭഗവാനേ. അമ്മയ്ക്കാണെങ്കിൽ അതിന്റെ മണം കൂടി ഇടത്തൊന്നും പോകാൻ പറ്റില്ല. ഇത് എന്ത് ടേസ്റ്റ് ആയിരിക്കും അറിയോ? ഇത് നിങ്ങളെ കിടക്കട്ടെ. നാളെയൊക്കെ അമ്മക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റൂല ചോദിച്ചതാ. നമുക്ക് വേണ്ട 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 വയ്യാത്തപ്പം ഉണ്ടാക്കി തരണ്ട. അതുപോലെ അമ്മ എവിടെ നിന്നിട്ട് അങ്ങനെ ഒരുപാട് പവാടങ്ങൾ കാണിക്കുക. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുമാനം കിട്ടുന്ന ആൾ ദൈവങ്ങൾ ഇന്നും നിലവിലുണ്ട്. അവൻ്റെയൊക്കെ ഫോട്ടോ വെച്ച് വീട്ടിൽ പൂജിക്കുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. ഇവർക്ക് കിട്ടുന്ന സംഭാവന ഇല്ലേ, ലോകം മുഴുവൻ കൊണ്ടുവർ ലോകം മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടുണ്ട്. അവിടുന്ന് കിട്ടുന്ന ഈ ഫണ്ടൊക്കെ എവിടെ പോകണു? കുറേ കോളേജ് പണിതു പറയണു, കുറേ മെഡിക്കൽ കോളേജുകൾ പണിതു, എഞ്ചിനീയറിംഗ് കോളേജുകൾ പണിതു, ഹോസ്പിറ്റലുകൾ പണിതു എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെയൊക്കെ എന്താ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് അപ്പോൾ അഡ്മിഷൻ കിട്ടാണ്ടിരിക്കുന്നത്? എന്താ ഈ ചികിത്സിക്കാൻ പറ്റാത്ത, ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്ത ഈ രോഗികൾ എന്തുകൊണ്ട് ആ ഹോസ്പിറ്റലുകളെ സഹായിക്കുന്നില്ല? അത് പേരിന് 8 or 10 ആൾക്കാരെ ചെയ്തു എന്ന് വരുത്തും. ഇവർക്ക് ചെയ്യാമല്ലോ, കാരണം അറൗണ്ട് ദി വേൾഡാണ്. ഈ ഗ്ലോബലിൽ എവിടെയൊക്കെ സ്ഥലമുണ്ടോ അവിടെ മുഴുവൻ എത്തും. മനസ്സിലായില്ലേ? ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് പോവുക, അതേപോലെ അവർ തിരിച്ചു വരും. ഇഷ്ടം പോലെ പൈസ. അവരുടെ 1/3 ഭാഗം ഇതുപോലെ നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർക്ക് അവർക്ക് വേണ്ടി ഒരു മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാടൊരു സ്വർഗ്ഗം ഉണ്ടാകുന്നില്ലേ? ഭക്തിയുടെ ഉദ്ദേശം എന്താണ്? ഉദ്ദേശം എന്തിന്? അല്ല, ഞാൻ ഭാവിയിൽ ഹിമാലയത്തിൽ എവിടെയെങ്കിലും പോകണമെന്നുണ്ട്. തണുപ്പ് അവിടെ എപ്പോഴും ഉണ്ടാവില്ല. തണുപ്പ് എന്നാലും കുറച്ച് കുറയാണ്. കേക്കമ്മ, ഞാൻ പറഞ്ഞൊരു കാര്യത്തിൽ ഒരു മെസ്സേജ് ഇല്ല. അമ്മ ആലോചിച്ച് നോക്ക്. രഞ്ജിത്താനന്ദ സ്വാമിയുടെ കണക്കൂട്ടൽ നല്ലൊരു കണക്കൂട്ടലാണ്. കാരണം ഇവരൊക്കെ ദൈവങ്ങളാണ് ഫോട്ടോ വെച്ച് കുറേ ആൾക്കാരെ പൂജിക്കുന്ന ഈ വ്യക്തികളൊക്കെ എത്ര കോടി രൂപയാണ് ഓരോ സമയം. എന്തിനാണ് അവർ ഇന്ത്യയിൽ സഞ്ചരിക്കാണ്ട് നേരെ ഫ്ലൈറ്റ് കയറിയിട്ട് അമേരിക്കയിലേക്ക് ജപ്പാനിലേക്കൊക്കെ പോണത്? എന്താ അവിടെ ഭക്തന്മാരുള്ളത്? ഇവിടെ ഇല്ലേ? ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ഇന്ന ആട് വന്നു എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അവരൊരു സ്ഥലത്ത് വന്നാൽ അവരെ കാണാൻ നമ്മൾ അങ്ങോട്ട് പോകണം. അപ്പോൾ ഇത്രയൊക്കെ സിദ്ധിയും ശക്തിയുള്ള ആൾക്കാർ, ദൈവങ്ങൾ ദൈവമാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ട് അവിടെ ഒരു വീട്ടിലൊരാൾ ബുദ്ധിമുട്ടുണ്ട്, പെട്ടെന്ന് ആ വീട്ടിലേക്ക് ചെന്നെത്തുന്നില്ല? അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ദൈവമാവുക?